ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് ഫെറ്റിൻ്റെ മറ്റൊരു ബയാസ് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. ഇതാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് കോൺഫിഗറേഷൻ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കോൺഫിഗറേഷനിൽ നമുക്ക് നോക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇവയൊക്കെയാണ്. നമുക്കറിയാം BJT അഥവാ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് കോൺഫിഗറേഷൻ. അതായത് അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഒരു ഗേറ്റ് കറൻറ്റ്, ഗേറ്റ് അല്ല, നമ്മുടെ ബേസ് കറൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും അത് വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഇതിനകത്ത് നോക്കുമ്പോൾ DC അനാലിസിസ് കുറച്ച് ഡിഫറൻ്റ് ആണ്. കാരണം ഒരു ഫെറ്റിൻ്റെ കേസിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഇവിടെ IB ആണ് BJTക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ, ഫോർ ഫെറ്റ് നമുക്കറിയാവുന്ന ഒരു കണ്ടീഷനാണ് IG ഈസ് ഈക്വൽ ടു 0 ആംപിയർ. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് VGS എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്. അതായത് നമ്മുടെ പ്രധാന എയിം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഗേറ്റിൻ്റെയും സോഴ്സിൻ്റെയും ഇടയ്ക്കുള്ള വോൾട്ടേജിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യണം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കൺട്രോൾ പാരാമീറ്റർ. സോ അങ്ങനെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കണ്ടീഷനാണ് ഈ പറയുന്ന വോൾട്ടേജ് ഡിവൈഡർ ബയാസ് കണ്ടീഷൻ. സോ ഞാൻ ആദ്യം ഇതിൽ നിങ്ങളെ വേറൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോകാം. ഈ ഒരു സർക്യൂട്ടിനെ ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെയുള്ള ഈ സർക്യൂട്ടിലെ ഈ കാണുന്ന ഈ ഒരു ഭാഗം, അതായത് നമ്മുടെ ഈ കാണുന്ന ഈ R1 R2 എന്ന് പറയുന്ന ഈ റെസിസ്റ്റർ ഉപയോഗിച്ച ഭാഗം ഞാനൊന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് മാറ്റിയെടുത്തിട്ട് മാറ്റി വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഇതുപോലെ കിട്ടി. നോക്കൂ, സെൻറ്ററിലൊരു വോൾട്ടേജ് ഉണ്ട് VG, ഇവിടെ ഗ്രൗണ്ട്, ഇവിടെയുള്ളത് VDD. ഓക്കെ, ഇതിൽ R1ൻ്റെയും R2ൽ കൂടെയും ആണ് സെയിം കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത്. അതായത് ഒരു കറൻറ്റ് R1ൽ കൂടെയും R2ൽ കൂടെയും ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ആ കറൻറ്റ് നമ്മൾ അതിൽ കൂടെ പോകുന്നത് കൊണ്ട് തന്നെ വി ഹാവ് എ കണ്ടീഷൻ. ഞാനിതിവിടെ എഴുതുകയാണ് IR1 ഈക്വൽ ടു IR2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലുള്ള വോൾട്ടേജ്, ദാറ്റ് ഈസ് VG, ഈസ് ഈക്വൽ ടു VDD into R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിൽ വരുന്ന വോൾട്ടേജ് VG, നോക്കൂ, R2ന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് അതാണ് VG. ഓക്കെ, ഇനി ഇത്രയും ഭാഗം ഞാനൊരു ലൂപ്പായിട്ട് എടുക്കാം. അപ്പോൾ ഇനി സർക്യൂട്ട് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിപ്പോയി ഇത് കൂടെ ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്ന ഒരു കംപ്ലീറ്റ് ലൂപ്പ് എനിക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ലൂപ്പ് എടുത്തിട്ട് ഇതിലെ ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാനൊന്ന് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുകയാണ്. So, if I am applying Kirchhoff's voltage law to the loop, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത്, ഇവിടെ ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് VG മൈനസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ VGS മൈനസ് VRS ഈക്വൽ ടു 0, അല്ലെങ്കിൽ VGS is equal to VG minus VRS. VGS is equal to, അതായത് VG എന്ന് പറഞ്ഞാൽ VGS plus VRS ആണ്, അല്ലെങ്കിൽ VGS equal to VG minus VRS. ഓക്കെ, പക്ഷേ നമുക്കറിയാം VRS is equal to ഇത് കൂടെ പോകുന്ന IS ആണ് അല്ലേ. സോ ID ഉണ്ട്, ഇവിടെ IS ഉണ്ട്. IS ആണ് ഈ RSൽ കൂടെ പോകുന്നത്. സോ VRS is equal to IS into RS, ബട്ട് ഇവിടെ IG ഈക്വൽ ടു 0 ആംപിയർ ആണ്. അതുകൊണ്ട് ID ഈക്വൽ ടു IS ആയിരിക്കും. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു
ഐ ഡി ഇൻറ്റു ആർ എസ്, അല്ലെങ്കിൽ വി ജി എസ് ഈസ് ഈക്വൽ ടു വി ജി മൈനസ് ഐ ഡി ഇൻറ്റു ആർ എസ്. അതായത് നമുക്ക് കിട്ടിയത് ഒരു ഇക്വേഷനാണ്. വി ഗോട്ട് എ ലീനിയർ ഇക്വേഷൻ കണക്റ്റിംഗ് ഐ ഡി ആൻഡ് വി ജി എസ്. അതിനകത്ത് വരുന്ന രണ്ട് പാരാമീറ്റേഴ്സാണുള്ളത്. ഒന്ന് വി ജി എന്ന് പറയുന്നത്, ഈ വി ജി നമുക്ക് നോക്കി നോക്കാം. സോ ഇവിടെ ഒരു സാധനമുള്ളത് വി ജി ആണ്. വി ജി എന്ന് പറഞ്ഞാൽ വി ഡി ഡി ഇൻറ്റു ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു, അതായത് ആർ വൺ ആർ ടു വി ഡി ഡി, അതെല്ലാം ആ നെറ്റ്വർക്കിൻ്റെ ഡിസൈൻ പാരാമീറ്ററാണ്. പിന്നെയുള്ളത് ആർ എസ്. സോ ദിസ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ കണക്റ്റിംഗ് വി ജി എസ് ആൻഡ് ഐ ഡി. അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിൽ ഇതിനകത്ത് വാല്യൂസ് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ യു നീഡ് ടു സോൾവ് ദിസ് ഇക്വേഷൻ, അല്ലെങ്കിൽ ഇതിനകത്ത് ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് 2 പോയിൻറ്റ്സ്. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ലെറ്റ് ഐ ഡി ഈക്വൽ ടു 0 ആംപിയർ. ഐ ഡി അങ്ങോട്ട് 0 ആക്കി കൊടുക്കാം. ഓക്കെ, ഐ ഡി 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേം അങ്ങോട്ട് 0 ആയിപ്പോകും. ബാക്കി വന്ന് എന്ത് വന്നു? വി ജി എസ് ഈക്വൽ ടു വി ജി അറ്റ് ഐ ഡി ഈക്വൽ ടു 0 മില്ലി ആംപിയർ. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. അതായത് വി ജി എസ് ഈക്വൽ ടു വി ജി, അതായത് നമുക്ക് ഐ ഡി ഈക്വൽ ടു 0 ആകുമ്പോൾ വി ജി എസ് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പോയിന്റ് കൂടി കിട്ടിയാലേ നമുക്ക് ഇക്വേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോർ ദാറ്റ് വൺ വി ഹാവ് ടു കണ്ടിന്യൂ വി ജി എസ് ഈക്വൽ ടു 0 വോൾട്ട്. അപ്പോൾ വി ജി എസ് ഈക്വൽ ടു 0 വോൾട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ 0 ഈക്വൽ ടു വി ജി മൈനസ് ഐ ഡി ഇൻറ്റു ആർ എസ് എന്ന് വരും. അല്ലെങ്കിൽ ഐ ഡി ഈസ് ഈക്വൽ ടു വി ജി ബൈ ആർ എസ് അറ്റ് വി ജി എസ് ഈക്വൽ ടു 0 വോൾട്ട്. അപ്പോൾ 2 പോയിന്റ് കിട്ടി. ഒന്ന് ഐ ഡി ഈക്വൽ ടു 0 ആകുമ്പോൾ വി ജി എസ് ഈക്വൽ ടു വി ജി, അടുത്ത വി ജി എസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഐ ഡി ഈക്വൽ ടു വി ജി ബൈ ആർ എസ്. ഈ രണ്ടെണ്ണം നമുക്ക് ഷോക്ലീസ് ഇക്വേഷൻ്റെ കൂട്ടത്തിൽ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. പ്ലോട്ട് ചെയ്താൽ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഐ ഡി ഈക്വൽ ടു 0 ആകുമ്പോൾ വി ജി എസ് ഈക്വൽ ടു വി ജി. അടുത്ത പോയിന്റ് വി ജി എസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഐ ഡി ഈക്വൽ ടു വി ജി ആർ ബൈ ആർ എസ് എന്ന് പറഞ്ഞ പോയിന്റ്. ഇത് ഷോക്ലീസ് ഇക്വേഷൻ. അത് രണ്ടും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടും. ദാറ്റ് ഈസ് ദ ക്യൂ പോയിന്റ്. അപ്പോൾ ആ ക്യൂ പോയിന്റിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കിട്ടും. സോ വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടാമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. നമുക്കത് ഇങ്ങനെ ഇവിടേക്കും ഞാൻ നോക്കിക്കഴിഞ്ഞാൽ മതി. ഇത് വി ജി എസ് ക്യൂ ആയിരിക്കും, ഈ പോയിന്റ് ഐ ഡി ക്യൂ ആയിരിക്കും. അപ്പോൾ 2 പോയിന്റ് കിട്ടി. വി ഗോട്ട് ദ വാല്യൂ ഓഫ് ദ ക്വസന്റ് പോയിന്റ്. ഇനി വേറൊരു കാര്യം കൂടി പോസിബിളാണ്. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഈ ലൈനിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു വി ജി എസ് ഈക്വൽ ടു വി ജി മൈനസ് ഐ ഡി ഇൻറ്റു ആർ എസ്. അതായത് ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആർ എസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ആർ എസ് ഓൺ ദിസ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അത് ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. സോ ആർ എസിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ഐ ഡി ഈക്വൽ ടു വി ജി. സോ ഇക്വേഷൻ ഇതാണ്,
ഐ ഡി ഈസ് ഈക്വൽ ടു വി ജി ബൈ ആർ എസ്. അതായത് വി ജി ഫിക്സഡ് ആണെങ്കിൽ ഈ ആർ എസിൻ്റെ വാല്യൂ കൂടുന്തോറും ഐ ഡിയുടെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് കുറഞ്ഞ വാല്യൂ ആണെങ്കിൽ ഐ ഡി കൂടി വരും. അതായത് കുറഞ്ഞ വാല്യൂ ഓഫ് ആർ എസ് ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് ഇങ്ങനെ ആയിരിക്കും. ഇതാ ഏകദേശം കുറഞ്ഞ വാല്യൂ ഓഫ് ആർ എസിൻ്റെ ലൈൻ ഇതായിരിക്കും. അതുപോലെ തന്നെ കൂടിയ വാല്യൂ ഓഫ് ആർ എസിൻ്റെ ലൈൻ ഇങ്ങനെയായിരിക്കും. സോ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ increasing value of RS results in lower quiescent values of ID and declining values of VGS. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മറ്റു വാല്യൂസ് എല്ലാം ഇതെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി നോക്കി നോക്കാം. സോ നമുക്ക് ബാക്കി അറിയാവുന്ന ഇക്വേഷൻസ് എത്രയുള്ള VDS ഈക്വൽ ടു VDD മൈനസ് ID into RD plus RS അല്ലേ. VD is equal to VDD minus ID RD. VS equal to ID into RS. പിന്നെ ആ ഒറ്റ കാര്യം മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. IR1 equal to IR2 is equal to VDD by R1 plus R2. ഇത്രയും വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഈ സർക്യൂട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എക്സാമ്പിൾസ് എന്തായാലും ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. സോ ഈ ഒരു രണ്ട് സർക്യൂട്ട് കൂടി ചേർത്ത് വെച്ച് ഇതിൻ്റെ ഈ കോൺഫിഗറേഷൻ കൂടി നോക്കി വെച്ചിട്ട് ഇതൊന്ന് ഇതുവരെ ഒന്ന് നോക്കി വരിക, നന്നായിട്ടൊന്ന് പഠിച്ചു വരിക. ഓക്കെ, നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാം. സോ ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.